നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയില്ല. അയാളുടെ പിതാവ് മരണപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ പോലും വേഗം കുടുംബത്തിലേക്ക് പോയി അടുത്ത മത്സരം ഇന്ത്യ ഇറങ്ങുന്നതിന് മുമ്പ് ടീം ക്യാമ്പിലേക്ക് തിരികെ എത്തിയ മനുഷ്യനാണ് റിങ്കു സിംഗ്. അയാൾക്കറിയാം അയാൾക്ക് ടീമിൽ സ്ഥാനമില്ല എന്നും. അതറിഞ്ഞിട്ടും അയാൾ ടീമിലേക്ക് ജോയിൻ ചെയ്തു. അയാളുടെ നാഷണൽ ഡ്യൂട്ടി നിറവേറ്റി. അതിനു വേണ്ടിയിട്ടും എഴുന്നേറ്റ് നിന്ന് കയ്യടികൾ കൊടുക്കണം റിങ്കു സിംഗ് എന്ന മനുഷ്യനും അയാൾ നടത്തുന്ന കമ്മിറ്റ്മെന്റിനും വേണ്ടി. ഇന്ത്യൻ താരങ്ങൾ ഓരോരുത്തരും 15 പേരും റിസർവ് ആയിരുന്നപ്പോൾ, തുടക്കത്തിലെ മത്സരത്തിൽ ജസ്പ്രീത് ബുംറയ്ക്ക് പരിക്കായിരുന്നപ്പോൾ സൂര്യകുമാർ യാദവിന്റെ ഫോൺ കോൾ, നിന്നെ എനിക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് മുഹമ്മദ് സിറാജ് വന്ന് 3 വിക്കറ്റുകൾ പിഴുതെടുത്തു കൊണ്ടുപോയി. USA-യിൽ നിന്ന് തുടങ്ങി ആ വിജയം തൊട്ട് ആകെ പിഴച്ചതൊരൊറ്റ മത്സരത്തിൽ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ, അതും ഇതേ സ്റ്റേഡിയത്തിൽ 76 റൺസിന് പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ 96 റൺസിന് ജയിക്കാനും ഞങ്ങൾക്കറിയാമെന്ന് അതേ സ്റ്റേഡിയത്തിൽ വിളിച്ചു പറയുന്ന ഇന്ത്യൻ ടീമിനെ കാണുമ്പോൾ ത്രിവർണ്ണ പതാകകൾ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിനുള്ളിൽ ഉയർത്തിക്കെട്ടുമ്പോൾ വിഴിഞ്ഞവും അതുപോലെ ആഘോഷിക്കും. കാരണം മലയാളത്തിലേക്ക്, കേരളത്തിലേക്ക് ആ T20 ലോകകപ്പ് കിരീടം വരുന്നു. അത് സഞ്ജുവിന്റെ തോളിലേറി വരുന്നു. ഒരൊറ്റ കാര്യമാണ് ഇനി അറിയേണ്ടത്, ഈ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് അവാർഡ് സഞ്ജു സാംസന്റെ കൈകളിലേക്കാണോ എത്തുന്നത്? എല്ലാ ഘടകങ്ങളും അങ്ങോട്ടേക്ക് തന്നെയാണ് നീളുന്നത്. പക്ഷെ എന്നാലും ഒരു ആഗ്രഹം, ഒരു കൊതി, സഞ്ജു സാംസണ് പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് അവാർഡ് കിട്ടുന്നത് കാണാനായി, ആ പേര് ഉറക്കെ വിളിച്ചു പറയുന്നത് കേൾക്കാനായി, ലോക ക്രിക്കറ്റ് മുഴുവനായി ഉറ്റുനോക്കുന്ന ഈ നിമിഷത്തിൽ, ഈ സമയത്തിൽ അയാളുടെ പേര് അവിടെ കേൾക്കുന്നത് കാണാനുള്ള കൊതി കൊണ്ട് ചോദിച്ചു പോകുന്നു, ആ അവാർഡ് അയാളുടെ കൈകളിലേക്ക് തന്നെയാണോ കിട്ടുന്നത്? ആഘോഷം, ബാൻഡ് മേളം, ചെണ്ടകൊട്ട്, കാത്തിരുന്ന നിമിഷങ്ങൾക്ക് ഇത് ആഘോഷങ്ങളുടെ തുടക്കം ഇവിടെ നിന്ന് ആരംഭിക്കുന്നു. വരാൻ പോകുന്ന ഓരോ നിമിഷങ്ങളും സ്വാഭാവികമായിട്ടും കണ്ണുനീരിൽ നിൽക്കും. അത് സങ്കടത്തിന്റെ അല്ല, ആനന്ദ കണ്ണുനീർ പൊഴിയും ആ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ. മാത്രമല്ല 140 കോടി ഇന്ത്യൻ ജനതയുടെ മനസ്സിലും കണ്ണിലും. ഓരോ തെരുവുകളും ഇന്നുറങ്ങില്ല, എല്ലാവരും ആഘോഷിക്കും, തെരുവുകളിലേക്ക് ഇറങ്ങും. ബൈക്ക് റാലി, കാർ റാലി, ത്രിവർണ്ണ പതാകകൾ ഇങ്ങനെ പാറി പറന്നുകൊണ്ട് നടക്കും. ഈ രാത്രിയിൽ, ഈ രാവിൽ അത് തന്നെ നമ്മൾ കാണുകയും ചെയ്യും. വൺ സൈഡഡ് ഗെയിം ആയിരുന്നു ഇത്. ഇതൊരു ഫൈനലിന് വേണ്ടിയിട്ടുള്ള അവസാന നിമിഷ പോരാട്ടങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത ഫൈനൽ. 2007-ൽ 5 റണ്ണിന് മാത്രം ജയിച്ച ഇന്ത്യ, 2004-ൽ 7 റണ്ണിന് മാത്രം ജയിച്ച ഇന്ത്യ, ഇത് ആധികാരികമായി 2026-ൽ 96 റൺസ്, എപ്പടി 96 റൺസിന് വിജയിച്ചു നിൽക്കുന്നു. ടെസ്റ്റിൽ തോൽവി അറിയുന്ന ഗംഭീർ, കോച്ചായി മാറ്റണം, നീക്കം ചെയ്യണം എന്ന് പറയുന്ന ഗംഭീറിന് ആശ്വസിക്കാം. ഗംഭീറിനെ ആരും അവിടെ നിന്ന് മാറ്റാൻ പോകുന്നില്ല എന്നുള്ളത്. സൂര്യകുമാർ യാദവ് ജയിച്ചതിന് ശേഷം നേരെ നോക്കിയത് ഗംഭീറിന്റെ മുഖത്തേക്കാണ്. കോച്ച് ഹാപ്പി എങ്കിൽ ഞാൻ ഡബിൾ ഹാപ്പി. സാംസനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് സൂര്യകുമാർ യാദവ് പറയാതെ പറയുന്നുണ്ട്, മോനെ, പ്രസ് മീറ്റിൽ നിന്നെ ഞാൻ കളിയാക്കിയത് പോലെ തോന്നിയെങ്കിൽ ഐ എം സോറി എന്നത് തന്നെ. അയാൾ തൊപ്പിയൂരി സഞ്ജു സാംസണെ ഗ്രൗണ്ടിൽ നിന്നും വണങ്ങിയപ്പോൾ തന്നെ അത് വ്യക്തമായിരുന്നു. അപ്പോൾ തന്നെ അയാൾ പറയുകയും ചെയ്തതാണ്. ഇപ്പോഴിതാ വീണ്ടും 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 ആ കാഴ്ചകൾ ആവർത്തിക്കുന്നു. തുടർച്ചയായി 3 മത്സരങ്ങളിൽ 80-ന് മുകളിൽ റൺസ്, ആവറേജ് 102 റൺസ്. സഞ്ജു സാംസൺ അവസാന 3 മത്സരങ്ങളിൽ നമുക്ക് തന്ന സംഭാവന. എന്തായാലും ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. സാരംഗ് എന്തെങ്കിലും പ്രതികരണങ്ങൾ നമുക്ക് കിട്ടുമെങ്കിൽ ഈ നിമിഷം ഇനി കളി തുടങ്ങാൻ പോകുന്നു. നമ്മളെ കളി ആര്? സഞ്ജു സാംസണും കേരളത്തും പിന്നെ ഇന്ത്യ ജയിച്ചില്ലേ? ഇനി എന്താണ് കളി? ഇനി എന്നാ കളി? ഇപ്പോൾ വലിയ രീതിയിലുള്ള ആഘോഷമാണ്. സൂപ്പർ കളിയാണ് കേട്ടോ. ഇത് സഞ്ജുവിനെ ഉപേക്ഷിച്ച് പറ്റിയ കളിയാണ്. ഇത് നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട് സഞ്ജു. സഞ്ജുവിന്റെ ഫോമാണ് കപ്പ് കിട്ടാനേ ചാൻസ്. കപ്പടിച്ചിരിക്കുകയാണ്. നാട്ടിൽ വരുമ്പോ ഇതിന്റെ അപ്പുറം ഇതായിരിക്കും. സഞ്ജു വരും ഇവിടെ, വരാതിരിക്കത്തില്ല. തിരുവനന്തപുരം എയർപോർട്ടിൽ സൂര്യകുമാർ യാദവും സഞ്ജുവും കൂടി ഒരുമിച്ചിറങ്ങിയപ്പോൾ സൂര്യ പറഞ്ഞൊരു വാചകമുണ്ട്, ചേട്ടന് വഴിമാറി കൊടുക്കടാ എന്ന്. വഴിമാറി കൊടുക്കടാ സഞ്ജു സാംസണ്. കാരണം അയാൾ വരുന്നത് അയാളുടെ ഇന്നിങ്സ് കളിച്ചിട്ടാണ്, ടീമിനെ ജയിപ്പിച്ചിട്ടാണ്. വഴിമാറി കൊടുക്ക് ആ മനുഷ്യന്. അയാളുടെ ജൈത്രയാത്ര അയാൾ തുടരും. ഓപ്പണിംഗ് പൊസിഷൻ മോഹിച്ച് ഇനി ആരും വരണ്ട. അയാൾ ആ സ്ഥാനം ഫെവിക്കോൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ആ സിംഹാസനത്തിൽ കിരീടം ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആ കിരീടം ആർക്കും കൊടുക്കാൻ അയാൾ തയ്യാറാകുന്നില്ല. എത്രയോ
ഡൗൺഫോളുകൾ ഈ 31 വയസ്സിൽ അനുഭവിച്ചറിഞ്ഞ സഞ്ജു വിശ്വനാഥൻ സാംസൺ ഇനിയെങ്കിലും ഒന്ന് സമാധാനമായിട്ട് ചിരിച്ചുകൊണ്ട് തന്റെ T20 ടീമിലെ സ്ഥാനം അങ്ങ് ഉറപ്പിക്കട്ടെ ഭായ്. എന്തൊക്കെ രീതിയിലുള്ള ലോബി പരിപാടികൾ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും അവസാനം ഒരു പ്രേക്ഷകൻ പറഞ്ഞതുപോലെ BCCIക്ക് കൊടുത്തൊരു കൊട്ടാണെന്ന് പറഞ്ഞാൽ പോലും അതിനകത്ത് അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം സെഞ്ചുറി അടിച്ചു കഴിഞ്ഞ മത്സരത്തിന് ശേഷം അയാൾ പിന്നീട് ഒരു ഏകദിന മത്സരം കണ്ടിട്ടില്ല. പക്ഷേ ഈ T20 ലോകകപ്പ് നിങ്ങൾക്ക് സഞ്ജുവിന്റെ പ്രകടനത്തെ കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ല. നിങ്ങൾ ഒരു മത്സരം കണ്ടില്ലെന്ന് നടിച്ചോ, 2 മത്സരങ്ങൾ കണ്ടില്ലെന്ന് നടിച്ചോ, ഫൈനൽ മത്സരം കണ്ടില്ലെന്ന് നിങ്ങൾക്ക് നടിച്ചാലും ഈ 140 കോടി ജനങ്ങൾ കണ്ടില്ലെന്ന് നടിക്കില്ല. അവർ കണ്ടു എന്താണ് ഇന്നത്തെ മത്സരത്തിൽ ഈ മലയാളി താരം നൽകിയ സംഭാവന എന്നത്. അത് മൊത്തത്തിൽ ഒരു ടീമിനെ എത്രമാത്രമായി മാറ്റിയെടുത്തു എന്നതും നമ്മൾ കണ്ട കാഴ്ചയാണ്. ഇന്ത്യയൊട്ടാകെയുള്ള തെരുവുകളിൽ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കും. ഇന്നാരും ഉറങ്ങില്ല. എല്ലാവരും കാത്തിരിക്കുന്നത് ആ കിരീടം സൂര്യകുമാർ യാദവ് ഏറ്റുവാങ്ങി തന്റെ ടീംമേറ്റ്സുമായിട്ട് ആഘോഷിക്കാനാണ്. ഗാലറിയിലുണ്ട് അവിടെ 2007 ട്രോഫി തന്ന മഹേന്ദ്ര സിംഗ് ധോണിയും 2024 ട്രോഫി തന്ന രോഹിത് ശർമ്മയും അവിടെ ഉണ്ട്. ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ തന്റെ ഇനിയുള്ള തലമുറയ്ക്ക് കപ്പുകൾ ഏറ്റുവാങ്ങുന്നത് കാണാനായി അവർ ആ ഗാലറിയിൽ ഇരിപ്പുണ്ട്. അവർ നൽകുന്ന കോൺഫിഡൻസ്, ഗ്രൗണ്ടിൽ നൽകുന്ന സംഭാവനകൾ, ഇതെല്ലാം ടീമിലെ 11 പേരുടെയും രക്തത്തിലൂടെ ഒഴുകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്തായാലും ആഘോഷിക്കുകയാണ് കേരളം. സ്വാഭാവികമായ ആഘോഷം എങ്ങനെ ആഘോഷിക്കാണ്ടിരിക്കുക? 2007 പ്രഥമ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.